Hi guys, welcome to day 5 of my workout series. ഇന്ന് മോർണിംഗ് സെക്ഷനകത്ത് ഞാൻ ജസ്റ്റ് ഒരു വാക്കിങ്ങിനാണ് പോയത്. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ വാക്ക് ചെയ്തു. ഗ്രൗണ്ടിൽ പോയിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഗ്രൗണ്ടിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരം ഞാൻ വാക്ക് ചെയ്തു. ബാക്കിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ലോ വാക്ക്, നോർമൽ വാക്ക് ചെയ്ത് കുറച്ച് നേരം ഗ്രൗണ്ടിലിരുന്ന് പിള്ളേർ കളിക്കണമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു വീട്ടിലോട്ട് വന്നു. ഇത്രയാണ് മോർണിംഗ് സെക്ഷനകത്ത് ചെയ്തത്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഈവനിങ് സെക്ഷനകത്ത് ഷോൾഡറും ആപ്സുമാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ വാക്കിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് ഷോൾഡറും ആപ്സും ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളാണ്. അതിൽ ഫസ്റ്റ് എക്സസൈസ് ലാറ്ററൽ റൈസ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എക്സസൈസ് റിയൽ ഡെൽറ്റ് ആണ്. നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. My way, so you can go kick rocks. I'ma stack bricks up, build what I want to make. 'Cause I don't give a fuck what you say. Yeah, I'ma do shit my way, so you can go kick rocks. I'ma stack bricks up, build what I want to make. Yeah, I'ma do it my way. പിന്നെ നെക്സ്റ്റ് എക്സസൈസ് ഷ്രഗ് ആണ്. നമുക്ക് ആ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. So you can go kick rocks. I'ma stack bricks up, build what I want to make. വളരെ എക്സൈറ്റീവ് ആണ് ഈ സാധനം. പിന്നെ അടുത്ത എക്സസൈസ് ഡംബൽ പ്രസ് ആണ്. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. So you can go kick rocks. I'ma stack bricks up, build what I want to make. 'Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yeah, I'ma do it my way. ഇനി നമ്മൾ ആപ്സിന്റെ വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ ഷോൾഡറിന് വേണ്ടി ആദ്യം 3 എക്സസൈസുകൾ ചെയ്തു. ഒരെണ്ണം ട്രാപ്പിനും ചെയ്തു, പിന്നെയും ഷോൾഡറിന് ഒരു എക്സസൈസ് ചെയ്തു. അങ്ങനെ 4 എക്സസൈസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്സിനുള്ള വർക്കൗട്ടാണ്. ഞാൻ ഫ്രൈഡേസിൽ ഷോൾഡറും ആപ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അടിക്കൽ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആപ്സ് വർക്കൗട്ടിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലെഗ് റൈസ് ആണ്. ഓക്കെ, ഈ ഒരു ഇവിടെയാണ് ഞാൻ ചെയ്യല്, ബർത്തിലാണ് ചെയ്യല്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Rocks, I'ma stack bricks up, build what I want to make. 'Cause I don't give a fuck what you say.
പിന്നെ അടുത്ത എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമേഴ്സ് വാക്കാണ്. ഞാൻ ഈ ഒരു ലെവലിൽ ഇവിടെ നിന്ന് ഈ ഒരു അറ്റം തൊട്ട് ആ ഒരു അറ്റം വരെ ഒരു കയ്യിൽ വെയിറ്റ് പിടിച്ചിട്ട് ഈ കാണുന്ന പോലെ നടക്കും. ഈ അറ്റം തൊട്ട് അയറ്റം വരെ നടന്നതിന് ശേഷം ഈ ഒരു കയ്യിൽ ഇങ്ങനെ നടക്കും, അതുപോലെ അടുത്ത ഹാൻഡിലും നടക്കും. ഇതാണ് ഫാമേഴ്സ് വാക്ക്. നമ്മൾ ഈ അറ്റം തൊട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. ഒരു കാല് പൊക്കി വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് എക്സസൈസ് ചെയ്യാൻ പോണത് ക്രഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ക്രഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാം. ക്രഞ്ചസ് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സസൈസ് ആണ്, പല ആൾക്കാരും തെറ്റായി ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസും കൂടിയാണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിലാണ് നമ്മൾ ക്രഞ്ചസ് ചെയ്യേണ്ടത് കേട്ടോ, കറക്റ്റ് അബ്ഡോമിനൽ മസിൽസിന് വേണ്ടിയിട്ട്. ഈ ഒരു ലെവലിലാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ അബ്ഡോമൻ നല്ല രീതിക്ക് ടൈറ്റ് ആവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് എക്സസൈസ് ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക് ആണ്. നമുക്ക് വേഗം തന്നെ പ്ലാങ്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യും. കഴിഞ്ഞ നമുക്ക് നിന്നത് 40 സെക്കൻഡ്സ്, ഇതൊരു 45 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈവനിങ് സെക്ഷനകത്തുള്ള വർക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഷോൾഡറിനാണ് ആപ്സിനോട് ചെയ്തത്. അപ്പോൾ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഷോൾഡറിന് വേണ്ടി ചെയ്യുന്ന സ്ട്രെച്ചിങ്. ഈ ഒരു ലെവലിൽ ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ ഷോൾഡർ മസിൽസ് നല്ല രീതിക്ക് വലിയണമാണ്. ഇങ്ങനെ 2 സെറ്റ്സ് നമ്മൾ ചെയ്യും, 2 കൈയിലും ചെയ്യും 2 സെറ്റ്സ്. ഓക്കെ, ദെൻ നമ്മൾ ചെയ്തത് ആപ്സിനുള്ള വർക്കൗട്ടാണ്. സോ ആപ്സിന്റെ സ്ട്രെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഈ ഒരു ലെവലിൽ നിന്നതിന് ശേഷം ഇങ്ങനെ വലിക്കുക, നല്ല രീതിക്ക് ആപ്സ് വലിക്കുക, നല്ല രീതിക്ക് നമ്മുടെ ആപ്സ് വലിയുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ തിരിച്ച് റിട്ടേൺ പോകുക, ഇത് പിന്നെയും വരിക, ഈ ഒരു ലെവലിൽ വലിച്ചു വിടുക. നല്ല സ്ട്രെച്ചാണ്, നമ്മുടെ ആപ്സ് മസിൽസ് നല്ല രീതിക്ക് സ്ട്രെച്ച് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ there is no shortcuts, no excuses, stay disciplined and don't lose focus. See you tomorrow. Bye.